അപ്പം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് പരാതി ഉണ്ടോ? ഈ ആരോപണം ആദ്യം നമ്മൾ മനസ്സിലാക്കി, ഈ ആരോപണവും പരാതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടെന്നില്ല. ഇപ്പം മനുജയ്ക്ക് എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ചാനലിൽ ഇരുന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. പറയാം, തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരോട് വേണമെങ്കിൽ പറയാം, അയാൾ ശരിയല്ല, അയാൾ ഇങ്ങനെ ആൾ ശരിയല്ല, അയാൾ എന്നെ പറ്റിച്ചവനാണ് എന്നൊക്കെ പറയാം. പക്ഷേ അതിന്റെ അകത്ത് മനുജ സീരിയസ് ആണെങ്കിൽ എന്താ ചെയ്യുക? മനുജ നിയമപരമായ നടപടികളിലേക്ക് പോകണം. വ്യവസ്ഥാപിതമായ ഒരു രീതിയുണ്ട്, അതിലേക്കാണ് പോകേണ്ടത്, അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നു, അതിനോട് ഞാൻ എന്ത് പ്രതികരിക്കണം, വേണോ വേണ്ടോ എന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് അവഗണിച്ചു വിടാം, എനിക്ക് വേണമെങ്കിൽ അതിന്റെ 4 ഇരട്ടി തിരിച്ചങ്ങോട്ട് പറയാം. അങ്ങനെ പല മാർഗങ്ങളുണ്ട്. അതേസമയം കൃത്യമായ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പോകും. ഇത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് പ്രതികരിക്കാൻ കഴിയുള്ളൂ. വേണ്ട രീതിയിൽ ഇന്ന കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്, വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി, നമ്മളത് നോക്കാം. ഇതല്ലേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ. പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി, ഇവർ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി,